അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. വളരെ സുപ്രധാനമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജയുടെ ആദ്യ 10 ദിനങ്ങൾ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. മാത്രമല്ല, ഇബ്രാഹിമിയ മില്ലത്തിൻ്റെ സ്മരണകളെ അയവിറക്കുന്ന ദിനങ്ങൾ കൂടെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ത്യാഗ നിർഭരമായ ജീവിതത്തെ ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ, അതിലെ നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ദിനങ്ങളാണ്. മാത്രമല്ല, നാളെ നാം അറഫാ ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അറഫാ ദിനം ലോക സൃഷ്ടിപ്പിൻ്റെ കാലം മുതൽ തന്നെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. അറഫ മൈതാനിയിൽ വച്ചാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയത് 2 പ്രദേശങ്ങളിലായിട്ടാണ്. അങ്ങനെ അവർ കണ്ടുമുട്ടിയ സ്ഥലം അറഫ, കണ്ടുമുട്ടിയ സ്ഥലം എന്ന അർത്ഥമാണ്. തിരിച്ചറിഞ്ഞ സ്ഥലം, തിരിച്ചറിവിൻ്റെ ഇടം എന്നൊക്കെയാണ് അറഫ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. ആ അറഫ മൈതാനിയിൽ വച്ചാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും കണ്ടുമുട്ടുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അറഫ ദിനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് അറഫ ദിനത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശസ്തമായ വിടവാങ്ങൽ പ്രസംഗം നടക്കുന്നത്. ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആയത്ത് ഓതുകയുണ്ടായി. ആ സമയത്ത് അവതരിച്ച ആയത്ത് ഇതായിരുന്നു: അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങളെ ഇന്നേ ദിവസം നിങ്ങൾക്ക് നാം പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു. വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, മാത്രമല്ല ഇസ്ലാം മതത്തിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ദീനിൻ്റെ പൂർത്തീകരണം സാക്ഷാത്കരിച്ച ദിവസമാണ് യൗമു അറഫ. ആ അറഫ ദിനത്തെക്കുറിച്ച് ഒരു യഹൂദിയായ മനുഷ്യൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയുകയുണ്ടായി: യാ ഉമർ, നിങ്ങളുടെ ഒരു ആയത്ത് അവതരിച്ച ദിവസം ഞങ്ങളുടെ വേദത്തിലാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അന്നേ ദിവസത്തെ ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു, ആഘോഷത്തിൻ്റെ ദിനമാക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു യഹൂദിയായ മനുഷ്യൻ വന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത് ഏത് ആയത്താണ്? അപ്പോൾ ആ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു: അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ മതത്തെ, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ നാം പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ള അള്ളാഹുവിൻ്റെ വിജ്ഞാപനം. ആ വിജ്ഞാപനം, ആ ദീനിൻ്റെ പൂർത്തീകരണം, ആ ദിനത്തെ പെരുന്നാളാക്കുമായിരുന്നു എന്ന് യഹൂദിയായ മനുഷ്യൻ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. വളരെ പ്രാധാന്യമുള്ള, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനമാണ് യൗമു അറഫ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ പറഞ്ഞു: അടുത്ത വർഷം ഞാൻ ഈ അറഫ മൈതാനിയിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിക്കണമെന്നില്ല. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിത പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം നിങ്ങൾ ഈ ദീനിനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കണം. അവിടെ നിന്ന് ആ ഹജ്ജിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം സഹാബത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ഇങ്ങ് കേരളത്തിലും
ദീൻ എത്തിച്ചേരാൻ ഒരു കാരണം അന്നേ ദിവസത്തെ ആ പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെ യൗമു അറഫയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ അറഫ ദിനത്തെ മുസ്ലിം സമൂഹം കാലാകാലങ്ങളിൽ അതിൻ്റേതായ പ്രാധാന്യത്തോടെ നോക്കിക്കാണുകയും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, സൗമു യൗമി അറഫ യുകഫിറു സനത്തൽ മാദിയ വൽ ഖാബില. സൗമു യൗമി അറഫ, അറഫാ ദിനത്തിലെ നോമ്പ് അത് യുകഫിറു സനത്തൽ മാദിയ വൽ ഖാബില, അത് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കതയോടുകൂടെ അറഫാ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപത്തെ പൊറുപ്പിക്കുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അറഫാ ദിനം മഗ്ഫിറത്തിൻ്റെ ദിനമാണ്, ഇത്ഖിൻ്റെ ദിനമാണ്. കോടാനുകോടി അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് അള്ളാഹു തആല പാപമോചനം കൊടുക്കുന്ന ദിനം, നരകമോചനം കൊടുക്കുന്ന ദിനം. നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ അറഫാ ദിനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അറഫ മൈതാനിയിൽ ഒരുമിച്ചുകൂടി അവരുടെ പാപങ്ങൾ നാഥനോട് ഏറ്റുപറഞ്ഞ് കരയുന്ന രംഗങ്ങൾ നമ്മിൽ പലരും കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് വളരെ ചുരുങ്ങിയ ആളുകളെ കൊണ്ട് ഈ വർഷം കോവിഡ് മഹാമാരിയോടനുബന്ധിച്ച് വളരെ ചുരുങ്ങിയ ആളുകളെ കൊണ്ട് ഈ വർഷം ഹജ്ജ് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട ദിനരാത്രങ്ങളാണ്. നമുക്കറിയാം, അറഫ നാളെ വരാൻ പോകുന്ന അറഫ ദിനത്തിൽ നാം ഏവരും ആ ഒരു സൂക്ഷ്മതയോടുകൂടെ അള്ളാഹുവിലേക്ക് ഇഖ്ലാസോടുകൂടെ ദുആ ചെയ്യുകയും പ്രാർത്ഥനകൾ നടത്തുകയും വേണം. ഇബാദത്തിനായി നാളെ കഴിഞ്ഞുകൂടണം. മാത്രമല്ല, അറഫ ദിനം അത് ബി അശ്റത്തി ആലാഫ്, 10,000-കണക്കിന് പ്രതിഫലങ്ങളുടെ ദിവസമാണ്. 10,000-കണക്കിന് യൗമു അറഫ ദിനമെന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിഫലങ്ങളെ ഏറ്റുവാങ്ങുവാൻ നാം ഏവരും തയ്യാറാകേണ്ടതുണ്ട്. പിശാച് തലയിൽ മണ്ണിട്ട് വളരെ ദുഃഖിതനായി വളരെ സ്വന്തം ശപിച്ചുകൊണ്ട് തിരിഞ്ഞോടുന്ന ദിവസമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ ദിനത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിശാച് അങ്ങനെ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ അടിമകൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും അറഫ ദിനത്തിൽ അവർ അറഫയിൽ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനമായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിശാച് തലയിൽ മണ്ണിട്ടുകൊണ്ട് വളരെ ദുഃഖിതനായി സ്വന്തം ശപിച്ചുകൊണ്ട് തിരിഞ്ഞ് ഓടുന്ന ദിവസമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നാം ഒരുപാട് കർമ്മങ്ങളിൽ നിരതരാകേണ്ട ഒരു ദിവസമാണ് അറഫ ദിനം. അറഫ ദിനത്തിൻ്റെ സുബഹ് മുതൽ തക്ബീറുലികൾ നമ്മുടെ നാവുകളിൽ നിന്ന് ചൊല്ലേണ്ടതാണ്. നാം ഏവരും ഏത് സുന്നത്ത് നിസ്കരിച്ചാലും നമുക്കറിയാം, ഈ പെരുന്നാളിനോടനുബന്ധിച്ച് 5 ദിവസമാണ് തക്ബീർ ഉള്ളത്. 1 നാളെ അറഫ ദിനത്തിൽ, 2 പെരുന്നാൾ ദിനത്തിൽ, പിന്നെ അയ്യാമു തശ്രീക്കിൻ്റെ 3 ദിനങ്ങളിലും തക്ബീർ ചൊല്ലണം. നാളെ സുബഹി കഴിഞ്ഞ് സുബഹിക്ക് ശേഷം മുതൽ തക്ബീർ ആരംഭിക്കുകയാണ്. അറഫയുടെ ദിനത്തിലെ സുബഹി മുതലാണ് തക്ബീർ ആരംഭിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നാളത്തെ സുബഹി കഴിഞ്ഞ് നാം ഏവരും തക്ബീർ ചൊല്ലണം. നമുക്കറിയാം, തക്ബീറിൻ്റെ രീതി നമുക്കറിയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറാണ് നമുക്ക് ഏവർക്കും ആ ഹർഷപുളകിതരാകേണ്ട ആ ഒരു വലിയ തക്ബീറിൻ്റെ നാദം നാം നാളെ സുബഹി മുതൽ ചൊല്ലണം. സുബഹി മുതൽ നാം തക്ബീർ ചൊല്ലണം. മാത്രമല്ല, കഴിയുന്നവരൊക്കെ നോമ്പ് പിടിക്കണം. കഴിയുന്നവർ, നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തുണ്ട്, അവർ സ്കൂളിൽ പോകുന്നില്ല, അവർക്ക് മറ്റ് ജോലികളില്ല, നമ്മുടെ കഴിയുന്ന മക്കളെ കൊണ്ടും എല്ലാവരെ കൊണ്ടും തക്ബീർ ആ ഒരു നോമ്പ് പിടിപ്പിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിലേക്ക് കരഞ്ഞ് കേണുകൊണ്ട് ഈ വലിയ വിപത്തിനെ നമ്മിൽ നിന്ന് നീക്കിത്തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടെയാണ്.
നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിനം യൗമു അറഫയാണ്, അറഫ ദിനമാണ്. മാത്രമല്ല ആ പ്രാധാന്യമർഹിക്കുന്ന ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള സാധാരണ നാം ഏവരും ചൊല്ലുന്ന നമുക്കറിയുന്ന ദിക്റാണ്. ആ ദിക്ർ കൂടുതലായി ചൊല്ലൽ അത്യാവശ്യമാണ്. നാളെ അറഫ ദിനത്തിൽ കൂടുതൽ തക്ബീറുകൾ ചൊല്ലാനും കൂടുതൽ ദിക്റുകൾ ചൊല്ലാനും കൂടുതലായി സുന്നത്തുകൾ നിസ്കരിക്കാനും നാം ഏവരും അള്ളാഹുവിലേക്ക് കരഞ്ഞ് കേണുകൊണ്ട് പ്രാർത്ഥിക്കാനും തയ്യാറാകണം. കാരണം ഈ അറഫ ദിനത്തിൽ ഒരുപാട് പേർ അറഫയിൽ ഒരുമിച്ച് കൂടുന്നില്ല. ഒരുപാട് പേർ അറഫയുടെ മണ്ണിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് കേഴ്ന്ന് പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ നാം ഏവരും വീട്ടിലാണ്. നാം ഏവരും വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ നിൽക്കുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണമെന്നാണ്. നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞു കേണുകൊണ്ട് ദുആ ചെയ്യാൻ നാം ഏവരും തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയിനെയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നാളത്തെ അറഫ ദിനത്തിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹുവിലേക്ക് കൂടുതൽ മനസ്സുകൊണ്ട് അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുമാറാകട്ടെ. ഈ കോവിഡ് മഹാമാരി എന്ന ഈ വലിയ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ തലമുറകളിൽ നിന്നും അള്ളാഹു തആല നീക്കിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ഏവരുടെയും ദുആകളിൽ ഈ വിനീതനെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.